ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പാപത്തിന്റെ ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പക്ഷെ എന്താ എന്റെ ഉള്ളിൽ ഈ മർദ്ദലിപ്പ്? എന്താ എനിക്ക് അനുസരിക്കുവാൻ കഴിയാത്തത്? എനിക്ക് എന്താ താഴുവാൻ കഴിയാത്തത്? എന്താ എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തത്? എന്താ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയാത്തത്? എന്താ എന്റെ ഹൃദയത്തിൽ ഇത്രമാത്രം കോപത്തിന്റെ അവസ്ഥകൾ? എന്താ ഞാൻ അങ്ങ് ദേഷ്യപ്പെടുന്നത്? എന്താ എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തത്? എന്താ ഞാൻ വെറും സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്നത്? പാപത്തിന്റെ മേൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. കോപത്തിന്റെ മേൽ ജയമുണ്ട്. കളവ് പറയുന്ന ആ പ്രവണതയുടെ മീതെ നമുക്ക് ജയമുണ്ട്. ലൈംഗിക പാപത്തിന്റെയും വ്യഭിചാര ചിന്തകളുടെയും മീതെ നമുക്ക് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ആ കാര്യങ്ങളെ ഉയർത്തി. ഓ യേശുവ, we just love you. പരിശുദ്ധാത്മാവ് സകലവും ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. വലിയ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ നിറഞ്ഞിരിക്കുക. A great presence of God. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ആളത്വമായി ഇറങ്ങി വന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാം. കർത്താവേ, we just love you. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ അധികമായി തുറന്ന് യേശു അങ്ങേ കാണുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്കൊരു യാഗമായി സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദമായി തീരുവാൻ, അങ്ങേക്കൊരു സൗരഭ്യവാസിനിയായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവസഭയിൽ 1, 2, 3 പേരല്ല, ഞങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ പരിവർത്തിക്കുന്നതിനായി, ഞങ്ങളുടെ യൗവനക്കാരിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങ് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. We want to be well pleasing to you, Master. We want to be a godly generation. We do not seek the approval of man, but the approval of God. മനുഷ്യന്റെ അംഗീകാരത്തെക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനം, കേൾവി, ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കണം, സഹായിക്കണം. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. 8ാമത്തെ മാസം പുതിയ ആരംഭങ്ങളുടെ മാസമാണ്, പുതിയ ചലനങ്ങളുടെ മാസമാണ്, പുതിയ ദൈവപ്രവൃത്തികളുടെ മാസമാണ്, പരിശുദ്ധാത്മാവിന്റെ മാസമാണ്, ദൈവമഹത്വത്തിന്റെ മാസമാണ്. Something glorious. Hallelujah. Praise God. Hallelujah. 8ാമത്തെ മാസം സ്വാതന്ത്ര്യത്തിന്റെ മാസമാണ്. This is the month of great freedom. ഓഗസ്റ്റ് 15 ഭാരതം 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോകുകയാണ്. India is going to celebrate its 79th Independence Day on August 15, 2025. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഭാരതദേശം സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു നല്ല ആമേൻ പറയാം. Hallelujah. Praise God. So India is going to celebrate with great pomp and show. ഡൽഹിയിലും നമ്മുടെ എല്ലാ മേജർ സ്ഥലങ്ങളിലും ഭയങ്കര ആഘോഷത്തോടെ, സെലിബ്രേഷനോടെ ഈ ജയത്തെ ആഘോഷിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പ്രൊഫറ്റിക് ആയിട്ട് ഓഗസ്റ്റ് മാസം പരിശുദ്ധാത്മാവിലുള്ള സൂപ്പർ നാച്ചുറൽ ലൈഫിന്റെ ഒരു മാസമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. A supernatural life that we can live in the spirit. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുന്ന അമാനുഷികമായ, hallelujah, miracle life in the spirit. Amen. An extraordinary life in the spirit. A life of great freedom in the spirit. Amen. Hallelujah. റോമർക്ക് ലേഖനം 8ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ KJV ട്രാൻസ്ലേഷൻ ഞാൻ ഒന്ന് വായിക്കാം. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. For the law of the spirit of life in Christ Jesus has made me free from the law of sin and death. ഭയങ്കര ഡൈനാമിക്, റെവല്യൂഷണറി, റാഡിക്കൽ ട്രൂത്ത്സ് ആണ്. They are divine truths that will set you free. Amen. Hallelujah. പൗലോസ് അപ്പോസ്തലൻ 7 അധ്യായങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് 8ാമത്തെ അധ്യായത്തിൽ താൻ ആഘോഷിച്ച് സന്തോഷിച്ച് പാപത്തിന് അടിമത്വത്തിൽ ആയിരിക്കുന്ന ആദാമ്യ സന്തതികൾക്ക് പാപത്തിൽ നിന്നും പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും ദൈവം സ്വാതന്ത്ര്യം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തന്റെ ഹൃദയത്തിൽ കത്തി പ്രകാശിച്ച് റോമ മക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. Hallelujah. Praise be to God. റോമർക്ക് എഴുതിയ ലേഖനം 7ാം അധ്യായം 18ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലൂടെ താൻ കടന്നു പോകുന്നതിന്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. പക്ഷേ പാപവുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു പോരാട്ടം, പാപ സ്വഭാവമായിട്ടുണ്ടായിരിക്കുന്ന ജഡികമായ ജഡസ്വഭാവമായി ഉണ്ടായിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ അനുഭവത്തിന്റെ മധ്യത്തിലൊക്കെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എനിക്ക് എന്നിൽ ഒരു നന്മയും ഇല്ല എന്നൊക്കെ താൻ തിരിച്ചറിയുകയാണ്. 24ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, for I know that in me in my flesh dwelleth no good thing. 18. Okay, 24. Yes. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. Oh
wretched man that I am, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ ഈ നിന്ന് മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. O wretched man that I am, who shall deliver me from the body of this death? 25ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. യെസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന ആ വലിയ രക്ഷയുടെ മർമ്മമൊക്കെ തിരിച്ചറിഞ്ഞ്, ആ വെളിപ്പാട് പ്രാപിച്ച്, സ്വാതന്ത്ര്യം പ്രാപിച്ച്, അത് മനസ്സിലാക്കി, അത് തിരിച്ചറിഞ്ഞ് ആ വെളിപ്പാട് റോമാ സഭാമക്കൾക്ക് എഴുതുകയാണ്. അങ്ങനെ 8ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം KJV ട്രാൻസ്ലേഷൻ ആണ് മുഴുവനായിട്ടുള്ളത്. ബാക്കി ട്രാൻസ്ലേഷനൊക്കെ ഒരു ഭാഗം അങ്ങ് മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. Therefore there is now no condemnation to those who are in Christ Jesus, who walk not after the flesh but after the Spirit. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന 7 അധ്യായങ്ങളിൽ പൗലോസ് വരച്ചു കാട്ടിയ ക്രിസ്തുയേശുവിലും ക്രൂശിൽ ദൈവം ചെയ്തെടുത്തിരിക്കുന്ന ആ വലിയ രക്ഷയുടെ ആ മഹാത്മ്യ നിമിത്തം, ആ ദൈവപ്രവൃത്തി നിമിത്തം പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു നിത്യശിക്ഷാവിധിയും ഇല്ല. Hallelujah. There is therefore now no condemnation to those who are in Christ Jesus, who walk not after the flesh but after the Spirit. Wow, ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിച്ചു, അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അത് 2ാമത്തെ വചനമാണ് ഇന്നത്തെ ദൂത്. God wants us to live a supernatural life in the Spirit. Amen. It's possible. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ക്രൂശ് യാഗത്തിലൂടെ ചെയ്തത്? 2ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ വെളിപ്പാട് പകരുകയാണ്. 2ാമത്തെ വാക്യം നമുക്ക് വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ 2 പ്രമാണങ്ങളാണ്. The law of sin and death and the law of the spirit of life. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അല്ലെങ്കിൽ ജീവൻ നൽകുന്ന ആത്മാവിന്റെ പ്രമാണം. The life giving power of the spirit. Hallelujah. ഒരു പ്രമാണം എപ്പോഴും നമുക്ക് ജീവൻ നൽകുന്ന, സാധാരണ ജീവനല്ല, ആ ജീവന് ഗ്രീക്ക് പദത്തിൽ സോയെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ പ്രദാനം ചെയ്യുന്ന നൽകുന്ന ഒരു പ്രമാണം. The Zoe, the eternal, the indestructible, the undefeatable, the invincible life of God. 2ാമത്തെ പ്രമാണമാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. മനുഷ്യ കുലത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും, ആദാമ്യ സന്തതി ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ചലിക്കുന്ന ഈ പ്രമാണങ്ങൾ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം നമുക്ക് വാക്യം. റോമൻസ് ചാപ്റ്റർ 5 and verse 12. ഇന്ന് നമ്മോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നീ അടിമത്വത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. സകലത്തെയും കീഴടക്കുവാൻ, സകലത്തെയും അതിജീവിക്കുവാൻ, സകലത്തെയും തകർത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ വഴി ഒരുക്കിയിരിക്കുകയാണ്. We don't have to live in slavery. We don't have to live in bondage. We don't have to live a defeated Christian life. We don't have to live like slaves. Just say ആമേൻ. ഈ ദൈവത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് പ്രകാശിക്കുമ്പോഴാണ്, നാം അത് തിരിച്ചറിയുമ്പോഴാണ്, റോമാലേഖത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളിത് അറിയുന്നില്ലയോ, നോ യീ നോട്ട്, നിങ്ങളിത് അറിയുന്നില്ലയോ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഡു യു നോട്ട് നോ? ഒരു അക്കൗണ്ടിങ് ടേം ആണ്. ഇന്നിപ്പം എന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ 1 കോടി ആരെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇല്ലായിരുന്നു പൈസ, പക്ഷേ 1 കോടി എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? It has been credited. 5 മിനിറ്റ് മുമ്പേ എന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലായിരുന്നു, അപ്പോൾ ഞാനൊരു പാപ്പരെ പോലെയായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ക്രെഡിറ്റിലേക്ക് 1 കോടി ട്രാൻസ്ഫേർഡ് ആയി. ഹല്ലേലൂയ. അപ്പോൾ എന്റെ അവസ്ഥ മാറി. ഞാൻ അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കും? 5 മിനിറ്റ് വരെ ജീവിച്ചതുപോലെ എന്ത് ചെയ്യും? അയ്യോ ഇല്ലല്ലോ, അയ്യോ എനിക്കില്ലല്ലോ. ആ ഒരു ജീവിത യാഥാർത്ഥ്യത്തിൽ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവ മക്കളെ പ്രബോധിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിൽ അമാനുഷികമായ, അസാധാരണമായ ഒരു ജയകരമായ ജീവിതം സാധ്യമാണ്. ഒരു നല്ല ഉപദേശകൻ, ഒരു നല്ല അഡ്വക്കേറ്റ് വാദിച്ച് ഉപദേശിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ദൈവവചനത്തെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായം 12ാം വാക്യം. യെസ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, ഏക മനുഷ്യനായ ആദാം മുഖാന്തരം പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ആദാമ്യ സന്തതിയായ നാം എല്ലാവരിലും എന്ത് സംഭവിച്ചു?
നാം എല്ലാവരും പാപത്തിന്റെ അധീനതയിൽ, ഒരു മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് കടന്നു, മനുഷ്യകുലത്തിലേക്ക് കടന്നു. അതുകൊണ്ട് എല്ലാവരും മരണത്തിന് വിധേയരായി, എല്ലാവരും പാപത്തിന്റെ അടിമത്വത്തിൽ, the law of sin and death. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, നാം എല്ലാവരും നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമാണമാണ് the law of sin and death. മരണത്തിന്റെയും പാപത്തിന്റെയും ഒരു പ്രമാണം. നമുക്ക് ദൈവത്തിന് വേണ്ടി നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. രോഗത്തിന്റെ മീതെ വാഴണമെന്നുണ്ട്, പറ്റുന്നില്ല. ഈ പ്രമാണത്തിന്റെ അധീനതയിൽ പറയുമ്പോൾ ഒരു 100 ടൺ വെയിറ്റ് നമ്മുടെ കഴുത്തിൽ ചുറ്റിയിട്ടാൽ, അല്ലെ, ഒന്ന് കെട്ടിയിട്ടാൽ എന്ത് പറ്റും? എത്ര നമ്മൾ ഉയരാൻ നോക്കിയാൽ 100 ടൺ, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. ഒന്ന് നോക്കിയേ, ഇത്രയും ടൺ നമുക്ക് ഒന്ന് ഉയരാൻ പോയിട്ട് നമ്മളങ്ങ് കുനിഞ്ഞ് വീഴും. അതുപോലുള്ളൊരു പ്രമാണമാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല. ബാഹ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഈ പ്രമാണം നമ്മളിൽ ചലിക്കുന്നതോറും നമ്മൾ അതിന്റെ അധീനതയിലാണ്. The law of sin and death. പാപത്തിന്റെ അനന്തരഫലമായ രോഗം, വ്യാധികൾ, ശാപത്തിന്റെ അവസ്ഥകൾ, പരാജയങ്ങൾ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകൾ, പൈശാചികമായിട്ടുള്ള എല്ലാ നുഖങ്ങൾ, ബാധകൾ, ഇതെല്ലാം പാപത്തിന്റെയും മരണത്തിന്റെയും ആ പ്രമാണം തുറന്നു കൊടുക്കുന്നതാണ്. The law of sin and death. അതുകൊണ്ട് ഈ 100 ടൺ വെയിറ്റ് നമ്മുടെ കഴുത്തിൽ കിട്ടിയാൽ നീ എത്ര നമ്മൾ ശ്രമിച്ചാലും, നമ്മുടെ ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു പ്രമാണമാണ്, നമ്മൾ ഇനി എത്ര ഇത് ഉയരോട്ട് എറിഞ്ഞാലും ഇത് താഴോട്ടേ വീഴുകയുള്ളൂ. That's called the law of gravity. എത്ര മുകളിലോട്ട് നമ്മൾ എറിയാൻ നോക്കിയാലും ഇത് താഴോട്ട് മാത്രമേ വീഴുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് മേലോട്ട് ഉയരാത്തത്? അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രമാണമുണ്ട്, ഒരു തത്വമുണ്ട്, ഒരു ലോ ഉണ്ട്, which is called the law of gravity in action. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്തുകൊണ്ടാണ് ദൈവത്തെ അറിയാത്ത മനുഷ്യർ, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് നല്ല ആഗ്രഹങ്ങൾ കൊണ്ട്, നല്ല തീരുമാനം കൊണ്ടും, അല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കൊള്ളാം എന്നുള്ള നല്ല ഡിസിഷൻസ് കൊണ്ടും, ഓരോ പുതിയ വർഷത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊരു 100 തീരുമാനങ്ങൾ എടുത്താൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജയകരമായ ജീവിതം സാധ്യമല്ല. അതിന്റെ കാരണം എന്താണ്? There is a law at work. The law of sin. പാപത്തിന്റെ മരണമുണ്ടാക്കുന്ന ഒരു പ്രമാണം മനുഷ്യകുലത്തെ എല്ലാവരെയും, അതുകൊണ്ട് ഒരു നിലവാരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയാതെ നമ്മെ പുറകോട്ട് താഴോട്ട് വലിക്കുന്ന, ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ രോഗം, 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 ശാപം, 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 പരാജയം, പരാജയം, പരാജയം മാത്രം, കലഹം, കലഹം, കലഹം മാത്രം, വഴക്ക്, വഴക്ക്, വഴക്ക് മാത്രം, വിദ്വേഷം മാത്രം. നമ്മുടെ ഭൂമിയിൽ സംസ്കാരം ഒരു 100 വർഷത്തേക്കാട്ടിൽ നമ്മൾ മുമ്പോട്ടാണോ പുറകോട്ടാണോ? മുമ്പോട്ടാണ്, ഇല്ലേ? പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ, എന്തിന്, ഭാരതത്തിന്റെ മെട്രോ സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ പാപത്തിന്റെ, ഇല്ലേ, സുബോധം നഷ്ടപ്പെടുത്തി, എല്ലാ മോറൽ കോഡുകളും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അത്രമാത്രം പാപത്തിന്റെ അടിമത്വത്തിൽ മനുഷ്യൻ ബുദ്ധി കൊണ്ട് ഒത്തിരി വികസിച്ചെങ്കിലും ചന്ദ്രനെ കടന്ന് ദൂരദേശത്തിലുള്ള പ്ലാനറ്റുകളിലേക്ക് കടക്കുവാനുള്ള സയന്റിഫിക് ടെക്നോളജി, മൊബൈലും ഇന്റർനെറ്റും വാട്സാപ്പും, man has progressed so much scientifically but morally and spiritually, hallelujah, ഇന്ന് മനുഷ്യർ ചെയ്തു കൂട്ടാത്ത തിന്മകൾ, പാപത്തിന്റെ അവസ്ഥ. There is a law of sin and death. Why so much trouble, so much problem? There is a law. ഒരു മരണത്തിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണം, മനുഷ്യരെ പാപത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രമാണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു നല്ല വാർത്തയുണ്ട്. There is something glorious, something good. ഈ പാപത്തിന്റെയും മരണത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും അടിമത്വത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാം. You can conquer sin. You can conquer the habits of sin. പാപത്തിന്റെ വിചാരങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ, പാപത്തിന്റെ സ്വാധീനങ്ങൾ, പാപത്തിന്റെ ആസക്തികൾ ഇന്ന് നമ്മളെ യൗവന തലമുറകളെ കവർന്നതിൽ നിന്ന്, ക്യാൻസറിനെക്കാട്ടി ശക്തമായി കവർന്നതിൽ നിന്ന് പൈശാചിക പാപ പ്രവണതകൾ. It's terrible, it's terrible, it's terrible. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് നിത്യശിക്ഷാവിധിയില്ല. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നെങ്കിൽ, അതിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പാപത്തിന്റെയും മരണത്തിന്റെയും ഈ പ്രമാണത്തിൽ നിന്ന് നമ്മളെ ഡീലിംഗ് ചെയ്ത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന, നമ്മെ ഫ്രീ ആക്കുന്ന, എലിത്തീറിയോ, ഗ്രീക്ക് പദമാണ് ഫ്രീ എന്ന് പറഞ്ഞ ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 ടൺ വെയിറ്റ് നമ്മുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് കളയുന്ന, എലിത്തീറിയോ, നമ്മളെ ലിബറേറ്റ് ചെയ്യുന്ന, നമ്മളെ ഇമാൻസിപ്പേറ്റ് ചെയ്യുന്ന, ആ അടിമത്വത്തിൽ നിന്ന്, ആ അടിമ നുകം നമ്മളിൽ നിന്ന് തകർത്ത് കളയുന്ന, ആ
പ്രമാണത്തിന്റെ ആധിപത്യം, അടിമത്വം, ശക്തി, the conquering force. Hallelujah. Oh, hallelujah. For the law of the Spirit of life has set me free, has set you free from the law of sin and death. Wow. Thank you, Jesus. ഭയങ്കര ഒരു വെളിപ്പാടാണ് ഇത്. പകൽക്കാലം നിങ്ങൾ ക്രിസ്തു യേശുവിലാണെങ്കിൽ, if you are in Christ Jesus, നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. Romans chapter 8 verse 1 and 2, JB Phillipsന്റെ ഈ ട്രാൻസ്ലേഷൻ, no condemnation now hangs over the head of those who are in Jesus Christ. In Jesus Christ. ഇന്ന് ക്രിസ്തു യേശുവിലാണ് എന്ന് തിരിച്ചറിയുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തു യേശുവിൽ, ഈ പ്രമാണത്തെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തിന്റെയും പാപത്തിന്റെ ആസക്തികളുടെയും പാപത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ, if you want to live victorious over sin, the habits of sin, the effects of sin, then you have to be linked with Jesus. For the law of the Spirit of life which is in Christ Jesus, the law of our new being. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാണ്. He is a new creation. ഈ പുതിയ മനുഷ്യനിൽ ക്രിസ്തുവിനോട് ഒന്നായിരിക്കുന്ന, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഈ പുതിയ മനുഷ്യനിൽ ചലിക്കുന്ന ദൈവത്തിന്റെ പ്രമാണമാണ് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. For the law of the Spirit of life which is in Christ Jesus, the law of our new being has freed me. Wow. Hallelujah. അതൊരു തിരിച്ചറിവാണ്, അതൊരു വെളിപ്പാടാണ്, അതൊരു ഉൾബോധമാണ്, അതൊരു തിരിച്ചറിയലാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ഈ ആത്മാവിലേക്ക്, എന്താ കർത്താവേ എന്റെ കോപം മാറാത്തത്? എന്താ കർത്താവേ ഈ പാപത്തിന്റെ ആസക്തികൾ എന്നെ വിട്ടുപോകാത്തത്? എന്താ കർത്താവേ ഒന്ന് ഉയരുവാൻ നോക്കുമ്പോൾ വീണ്ടും താഴോട്ട് പോകുന്നത്? എന്താ കർത്താവേ എന്റെ ജീവിതത്തിൽ വിശുദ്ധി എനിക്ക് പാലിക്കുവാൻ കഴിയും? എന്താ കർത്താവേ രോഗം എന്നെ അടിമയാക്കുന്നത്? ഹല്ലേലൂയ. ഈ തത്വം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ഒരു വെളിപ്പാടായി കത്തിയാൽ, നമ്മൾ അതിനൊന്ന് പിടിച്ചെടുത്താൽ, നമ്മളൊന്ന് വീണാലും, നമ്മളൊന്ന് പരാജയപ്പെട്ടാലും, നമ്മളൊന്ന് താന്നാലും, ഈ പ്രമാണത്തെ നമ്മുടെ ഉള്ളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാ, ക്രിസ്തു യേശുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു ജീവൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ 100 ടൺ നമ്മുടെ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റി, അതിന്റെ ആ വെയിറ്റ് നമ്മളിൽ നിന്ന് മാറ്റി ഫ്രീ ആക്കി എന്ന് മാത്രമല്ല, 10,000 ടൺ ശക്തി കൊണ്ട് പറക്കുവാൻ കഴിയുന്ന ഒരു യന്ത്രം, ഒരു സംവിധാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് യു ആർ റെഡി എന്ന് പറയുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവം ചെയ്യാൻ പോകുകയല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ ഉള്ളിൽ ഈ ആത്മാവിനാൽ ദൈവം ആ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ സിസ്റ്റം മാറ്റി, നമ്മുടെ പഴയ ആ സംവിധാനം മാറ്റി, നമ്മുടെ ഉള്ളിലേക്ക് ഒരു പുതിയ സംവിധാനം. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അയ്യോ എന്നെ പോലെ. ഹല്ലേലൂയ. പൗലോസ് ദൈവത്തോടും ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ ആചാരങ്ങളെ അനുസരിക്കുവാൻ തീക്ഷ്ണതയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇത് ശ്രമിക്കും തോറും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്റ്റാൻഡുകൾ തിരിച്ചറിയും തോറും തനിക്ക് ബോധ്യമായി, എനിക്കിത് എന്റെ ശക്തിയിൽ, എന്റെ കഴിവിൽ, എന്റെ തീരുമാനം കൊണ്ട്, എന്റെ മിടുക്കുകൊണ്ട് അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഓ wretched man, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, എന്നിൽ ഒരു നന്മയുമില്ല, ഞാൻ പാപത്തിന്റെയും മരണത്തിന്റെയും ഈ അടിമത്തത്തിലും അധീനതയിലും ആ അടിമത്തത്തിലാണ്. എന്നെ രക്ഷിക്കേണ്ട ഒരു രക്ഷകൻ എനിക്ക് ആവശ്യമുണ്ട്. ആ രക്ഷകനാണ് യേശു. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആമേൻ. അപ്പോൾ സ്തോത്രം. പാപത്തിന്റെ അനന്തരഫലമായ രോഗം നമ്മൾ വരുമ്പോൾ, ശാപം നമ്മൾ വരുമ്പോൾ, പരാജയത്തിന്റെ അവസ്ഥകൾ വീണ്ടും 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 നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുമ്പോൾ, നാം ആഗ്രഹിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത തടസ്സങ്ങൾ നേരിടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഈ വചനത്തിന്റെ വെളിപ്പാട് കത്തിയാൽ, if there is a revelation comes into our heart and we understand that there is the law of life that's in Christ Jesus. The Living Bible എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ അത് വളരെ മനോഹരമായി രണ്ടാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു. TLB എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷനിൽ ഈ ആത്മാവിന്റെ പ്രമാണം, this law of the spirit which is mine, this law of the spirit which is mine in Christ Jesus. ഈ പുതിയ മനുഷ്യനായ എന്റെ ആയി തീർന്നു, എന്നെ പാപത്തിന്റെ ഈ സൈക്കിളിൽ നിന്ന് has set me free from the vicious circle of sin and death. വീണ്ടും പാപം, വീണ്ടും ഒന്ന് എഴുന്നേൽക്കുന്നു, വീണ്ടും പാപം, വീണ്ടും എഴുന്നേൽക്കുന്നു. ആ ഒരു സൈക്കിളിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ, the vicious cycle. Hallelujah. Praise God. I have good news for you. വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഈ സൈക്കിളിൽ കിടന്ന് കറങ്ങേണ്ട ആവശ്യമില്ല. ഈ തത്വത്തെ നാം ഒന്ന് തിരിച്ചറിഞ്ഞ്, ആ മർമ്മം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ സത്യത്തെ നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കിയാൽ, നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. സ്തോത്രം. നമുക്ക് പാപത്തെ അടിമപ്പെടുത്താം, നമുക്ക് പാപത്തിന്റെ മേൽ ജയകരമായി ജീവിക്കാം. പാപ സ്വഭാവങ്ങളുടെയും പാപത്തിന്റെ ആസക്തികളുടെ മേൽ, ജഡത്തിന്റെ മേൽ, ജഡികമായ കാര്യങ്ങളുടെ മേൽ നമുക്ക്
ജയിച്ച് ജീവിക്കാം. Hallelujah. നമുക്ക് വാഴുവാൻ കഴിയും. We can live a victorious life in Christ Jesus. Amen. 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 Hallelujah. 3-4 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെ ഈ പ്രമാണത്തിൽ നിന്ന്, പാപത്തിന്റെയും മണ്ഡത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നമ്മുടെ ശക്തിയിൽ കഴിയുകയില്ല. അത് ദൈവം നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. 3-4 നമുക്കത് വായിച്ചേക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. വാവ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമുക്ക് നമ്മുടെ ശക്തിയിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് ഒരു കാരണവശാലും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ പുട്ടിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ, സോയ ജീവൻ, സകലത്തിന്മേലും വായിച്ചു നടക്കുന്ന ഈ ജീവന്റെ ഭാഗമായി തീരുവാൻ, അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പിതാവാം ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്തു. ജഡപ്രകാരം ജീവിക്കുന്നവർക്കായിട്ടല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം ഈ മഹത്വകരമായ, ഈ ഗ്ലോറിയസ് ആയ ഈ പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നു വന്നാൽ, നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ, വാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവൻ എൻ്റെ ഉള്ളിലേക്ക്, ഇല്ലേ, പെട്ടെന്ന് നമുക്ക് ഡയറിയ ബാധിച്ച്, ലൂസ് മോഷൻ വന്ന്, ഛർദ്ദിച്ച്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഇല്ലേ, വെള്ളവും പോഷകവും ഒക്കെ പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് വഴണ്ട് മരിക്കാറായി കിടക്കുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് IV ഇൻഫ്യൂഷൻ, ഇല്ലേ, വെയിൻ വഴി ഫ്ലൂയിഡുകൾ കയറ്റും, സലൈൻ കയറ്റും, അല്ലെ, ഡെക്സ്ട്രോസും നോർമൽ സലൈനും, നമുക്ക് ആവശ്യമുള്ള ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന പോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥകൾ എന്താണെങ്കിലും, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പാപത്തിന്റെ ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പക്ഷെ എന്താ എന്റെ ഉള്ളിൽ ഈ മർദ്ദലിപ്പ്? എന്താ എനിക്ക് അനുസരിക്കുവാൻ കഴിയാത്തത്? എനിക്ക് എന്താ താഴുവാൻ കഴിയാത്തത്? എന്താ എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തത്? എന്താ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയാത്തത്? എന്താ എന്റെ ഹൃദയത്തിൽ ഇത്രമാത്രം കോപത്തിന്റെ അവസ്ഥകൾ? എന്താ ഞാൻ അങ്ങ് ദേഷ്യപ്പെടുന്നത്? എന്താ എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തത്? എന്താ ഞാൻ വെറും സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്നത്? മറ്റൊരു വ്യക്തി പറയുന്നുകൊണ്ടല്ല, നാം ദൈവവചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് നമ്മുടെ ജഡീക അവസ്ഥയെ കുറിച്ച്, ഞാനൊരു ആത്മീയ മനുഷ്യനല്ലല്ലോ, ഐ ആം നോട്ട് എ സ്പിരിച്വൽ മാൻ, ആം ഐ ലിവിംഗ് ലൈക്ക് ആൻ ഓർഡിനറി കാർണൽ മാൻ? ശേഷ മനുഷ്യനെ പോലെ, യേശുവിനെ അറിയാത്ത ശേഷ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? നമ്മൾ വീണ്ടും ഒന്ന് ശ്രമിക്കുക, വീണ്ടും ഒന്ന് ഉപവസിക്കുക, വീണ്ടും ഒന്ന് എഴുന്നേൽക്കാൻ നോക്കുകയാ. ഹല്ലേലൂയ. ഒരു 5 ദിവസം നമ്മൾ മുമ്പോട്ട് പോകും, പിന്നെയും പഴയതുപോലെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉത്തരം തരികയാണ്, നമുക്കൊരു വെളിപ്പാട് തരികയാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും ഈ പ്രമാണം നമ്മളെ താഴോട്ട് വലിക്കുമ്പോൾ, സ്തോത്രം, ഒരു പ്ലെയിൻ പറക്കുന്നത് പോലെ, ഒരു പക്ഷി പറന്ന് ഉയരുന്നത് പോലെ, ഒരു കഴുകൻ പറന്ന് ഉയരുന്നത് പോലെ, അത് എത്ര കൊടുങ്കാറ്റുകളാണെങ്കിലും, എത്ര ശക്തികൾ അതിനെ താഴോട്ട് വലിക്കാൻ നോക്കിയാലും, അതിന്റെ ചിറകുകൾ വിരിച്ച്, ഓ യെസ്, കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നു ഉയരുവാൻ കഴിയുന്ന ഒരു അസാധാരണ ശക്തിയെ ദൈവം ഫിറ്റ് ചെയ്തിരിക്കുന്നു. ആമേൻ. നിന്റെ ആസക്തികൾ, പാപത്തിന്റെ ആസക്തികൾ, രോഗത്തിന്റെ ബന്ധനങ്ങൾ, നിന്റെ ശാപത്തിന്റെ ചങ്ങലകൾ, അത് എത്ര നിന്നെ താഴോട്ട് വലിച്ചാലും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്ക് ആവശ്യം ഒരു വെളിപ്പാടാണ്, ദൈവത്തിന്റെ വെളിപ്പാടാണ്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വചനമാകുന്ന വെളിപ്പാട് കൊണ്ട്, അതിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ, ഓ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ മനുഷ്യരാകുമ്പോൾ സാധാരണ മനുഷ്യനല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? എല്ലാവർക്കും അല്പസ്വല്പമൊക്കെ വിഷയങ്ങൾ കാണും, അല്പസ്വല്പമൊക്കെ നമ്മൾ കോപിക്കും, നമ്മൾ കള്ളം പറയും, അല്ലെങ്കിൽ വ്യാജം കാണിക്കും. സാധാരണ മനുഷ്യൻ അങ്ങനെ ചെയ്യും. നമ്മൾ സാധാരണ മനുഷ്യനല്ല. പാപത്തിന്റെ മേൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. കോപത്തിന്റെ മേൽ ജയമുണ്ട്. കളവ് പറയുന്ന ആ പ്രവണതയുടെ മീതെ നമുക്ക് ജയമുണ്ട്. ലൈംഗിക പാപത്തിന്റെയും വ്യഭിചാര ചിന്തകളുടെയും മീതെ നമുക്ക്, ഹല്ലേലൂയ, ഇന്ന് 95% ജനവും ലൈംഗിക പാപങ്ങളുടെ അടിമത്തത്തിലാണ്. പുറത്തുള്ളവരല്ല, പുറത്തുള്ളവർ അതിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവസഭ പോലും, ദൈവമക്കൾ പോലും അതിന്റെ അത്രമാത്രം ക്രൂരമായ ആ പൈശാചിക സ്വാധീനമാണ്. ഓ യെസ്, ഓ യെസ്. ദൈവഭൃത്യന്മാരെ പോലും, ശുശ്രൂഷകന്മാരെ പോലും തകർത്ത് കളയുന്ന, ട്രാപ്പ് ചെയ്ത് കളയുന്ന, തെറ്റിച്ച് കളയുന്ന, അവരുടെ വിളിയിൽ നിന്നും, അവരുടെ ദർശനത്തിൽ നിന്നും അവരെ ഔട്ടാക്കുന്ന പാപത്തിന്റെ പ്രവണത. Somebody say, I am plugged to the law of the spirit of life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ജീവനോട് ദൈവം എന്നെ ഘടിപ്പിച്ചിരിക്കുക. ആ പ്രമാണത്തിലാണ് എത്രമാത്രം കൊടുങ്കാറ്റുകൾ എന്നെ നേരിട്ടാലും. ഓ റാബാഷേകെ ലേബന സലതൈബ. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട്, അല്ലേ? മനുഷ്യനാ, രോഗം പരിമിതിയാണ്, അല്ലേ? ബലഹീനതകൾ പരിമിതിയാണ്. ശരിയാണ്, നമ്മൾ മനുഷ്യരാണെങ്കിൽ പരിമിതികളുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയും, നിന്നെ കൊണ്ട് കഴിയത്തില്ല, പരിമിതിയാണ്.
പുറത്തുള്ളവരല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ കേൾക്കുന്നത്. വയ്യ, പരിമിതിയാണ്. ഇതിക്കുള്ളൊന്നും പറ്റത്തില്ലെന്നേ, പരിമിതിയാണ്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ, പരിമിതിയാണ്. പക്ഷെ ഇന്ന് നീ ആത്മാവിന്റെ ജീവന്റെ ഈ പ്രമാണത്തോടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ യു ആർ എ പേഴ്സൺ വിത്ത് നോ ലിമിറ്റ്സ്. നിങ്ങൾ ഇടുന്ന പരിമിതിയാണ് നിങ്ങൾക്ക് പരിമിതിയായി തീരുന്നത്. നിങ്ങളൊന്ന് വീണു എന്ന് വെച്ച്, നിങ്ങളൊന്ന് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച്, നിങ്ങളൊന്ന് താണുപോയെന്ന് വിചാരിച്ച്, അതിന്റെ അർത്ഥം അതല്ല നിങ്ങളുടെ ഡെസ്റ്റിനി, അതല്ല നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പദ്ധതിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ചലിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. ആ കൈകളെ ഒന്ന് വീശി എന്ന് പറയാം, എന്റെ ഉള്ളിൽ വാഴുന്നത്, എന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്, എന്റെ ഉള്ളിൽ ചലിക്കുന്നത്, എനിക്ക് സകലത്തെയും പൊട്ടിച്ചു ഉയരുവാൻ കഴിയുന്നത്, സകല പരിമിതികളുടെ മീതെയും എനിക്കൊരു രാജാവായി വാഴുവാൻ കഴിയുന്നത് എന്റെ ഉള്ളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ജീവന്റെ. Wow. Wow. So I am a conqueror. It's a miracle life. So I can reign over cancer. Cancerന്റെ മീതെ, രോഗത്തിന്റെ മീതെ, ശാപങ്ങളുടെ മീതെ, പരാജയങ്ങളുടെ മീതെ, എന്റെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളുടെ മീതെ. Somebody say hallelujah. I am free. I am free. I am free. ഇതൊരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ കത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പടിപടിയായി അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയും. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ ഹല്ലേലൂയ. അതെ, നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ചെയ്യുവാൻ, ന്യായപ്രമാണത്തിന് നമ്മളിൽ ചെയ്തെടുക്കുവാൻ കഴിയാത്തത് എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ തകർത്ത്, കാൽവറിയിൽ തകർത്ത്, മനുഷ്യനായി, ദൈവം മനുഷ്യനായി വന്ന് തന്റെ ജഡത്തിൽ സഹിച്ച് ന്യായപ്രമാണങ്ങളെ നിവർത്തിച്ചെടുത്ത് നമുക്ക് വേണ്ടി ഇത് നിവർത്തിച്ചു തന്നു. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. ഇന്ന് കടഭാരത്താൽ നിങ്ങൾ പെട്ടുപോയിരിക്കുകയാണോ? ആ അടിമത്വത്തെ നിങ്ങൾക്ക് തകർക്കാം. ഇല്ലായ്മയാണോ നിങ്ങളുടെ മീതെ വാഴുന്നത്? ബലഹീനതയാണോ? രോഗമാണോ? സമാധാനമില്ലാത്ത അവസ്ഥയാണോ? ഉയർച്ചയില്ലാത്ത അവസ്ഥയാണോ? Somebody recognize that I am connected to the law of life in Christ Jesus. ആ vicious cycle കട്ടാകട്ടെ. വീണ്ടും വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും പരാജയപ്പെടുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും പരാജയപ്പെട്ടു. No. It's a supernatural life in the spirit. It's a supernatural, it's a miracle life. It's an extraordinary life in the spirit. Oh yes. പറയുക, അത്ര വലിയ ഒരു സംവിധാനത്തെ, ഒരു യന്ത്രത്തെ 1000 ടൺ വെയിറ്റ് നമ്മുടെ തലയിൽ നിന്ന്, നമ്മുടെ കഴുത്തിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമല്ല, 10,000 ടൺ വെയിറ്റിനെ പൊക്കുവാനുള്ള ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നീ എത്ര നിന്നെ താഴ്ത്തുവാൻ നോക്കിയാലും, അത് 1000 അല്ല, 2000 അല്ല, 3000 ടണ്ണിനെ പറ്റിപ്പിടിക്കാൻ നോക്കിയാലും 10,000 ടണ്ണിൽ മീതെ ആ ഭാരം കൊണ്ട് പറക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്, യന്ത്രമാണ്. 3 ദിവസം കർത്താവിനെ കല്ലറക്കൽ ഒതുക്കി വെക്കുവാൻ സാധിച്ചു. ആദ്യ ദിവസം എല്ലാവരും വിചാരിച്ചു അവൻ ഒതുങ്ങിപ്പോയി, ശത്രുഗണൻ വിചാരിച്ചു, സാത്താൻ വിചാരിച്ചു ഒതുങ്ങി. അവനെ നമ്മൾ താഴ്ത്തി, അവനെ ഒതുക്കി, അവനെ കല്ലറകളിൽ അടച്ചിട്ടു. ഹല്ലേലൂയ. ഓ റാബാശേറ്റേ. 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3ാമത്തെ ദിവസം ആയപ്പോൾ അനക്കമൊന്നുമില്ല. പക്ഷേ somebody know, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, അത് പുനരുത്ഥാന ശക്തിയാണ്. അത് നിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുവാൻ മതിയായതാണ്. നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ശാപത്തിന്റെ ആസക്തികൾ നിന്റെ കാലിന് മുമ്പേ അത് തകരും. നിനക്ക് അതിന്റെ മേലെ ജയിക്കുവാൻ കഴിയും. പാപചിന്തകൾ, പാപ പ്രവണതകൾ, പാപത്തിന്റെ ആഗ്രഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം നിന്നെ തകർക്കുന്ന you can rise. You can rise. You can rise. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് സാധാരണ ശക്തിയല്ല, അത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാന. Come on, it is a life-giving. It's a dead-raising power. ഇന്ന് ലോകത്തിന് സങ്കല്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ഹൈപ്പർ മെഗത്തോസ് പവർ. പൗലോസിന്റെ ഭാഷയിൽ ഒരു ന്യൂക്ലിയർ ബോംബാണ് ഇന്ന് മനുഷ്യർ ഏറ്റവും ഭയപ്പെടുന്നത്. ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനിന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർത്തു. അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയാണ്. അത് ഒരു ലെവലായി കഴിഞ്ഞാൽ, അതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭൂമി മൊത്തം നശിച്ചു പോകും. That's the most powerful thing, nuclear bomb എന്ന് പറയുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരം. Hallelujah. The hyper megatos power of the Holy Ghost. Hallelujah. Good news ഇതാണ്, ആ പവറിലേക്ക്, ആ ജീവനിലേക്ക്, ആ പ്രമാണത്തിലേക്ക് ദൈവം നമ്മെ
ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ യന്ത്രം നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സംവിധാനം, ആ വഴി ദൈവം നമ്മുടെ ഉള്ളിൽ തുറന്നിരിക്കുകയാണ്. അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഭൂരിഭാഗം ജനവും അത് തിരിച്ചറിയുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ കാരണം പാപത്തിന്റെ അടിമത്വത്തിൽ, പാപം അവരെ വാഴുവാൻ കാരണം, പാപത്തിന്റെ അടിമത്വത്തിൽ അവർ ജീവിക്കുവാൻ കാരണം, രോഗം അവരെ വാഴുവാൻ കാരണം, ശാപം വാഴുവാൻ കാരണം, പരാജയം വാഴുവാൻ കാരണം, അനുസരണക്കേടിന്റെ ആത്മാവ് പ്രബലപ്പെടുവാൻ കാരണം നമ്മൾ അല്പമേ അറിഞ്ഞിട്ടുള്ളൂ. ദൈവം നമ്മളെ വിളിക്കുകയാണ്. 8ാം മാസം പരിശുദ്ധാത്മാവ് നമ്മളെ ഹല്ലേലൂയ ഒരു ഉയർന്ന ജീവിതത്തിലേക്ക്, into a higher life. നമുക്ക് എല്ലാവർക്കും ആ ജീവിതം ജീവിക്കാം. ഹല്ലേലൂയ. മനുഷ്യർ നമ്മൾക്ക് പരിമിതികൾ വെക്കുമ്പോൾ, സാഹചര്യങ്ങൾ പരിമിതികൾ വെക്കുമ്പോൾ, നമ്മുടെ ശരീരം പരിമിതികൾ വെക്കുമ്പോൾ, നമ്മുടെ മനസ്സ് പരിമിതികൾ വെക്കുമ്പോൾ, നമ്മുടെ അവസ്ഥകൾ പരിമിതികൾ വെക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ പരിമിതികളെ തകർച്ചു കളയുന്ന, ഭേദിച്ചു കളയുന്ന, കല്ലറകളെ പൊതിച്ചു കളയുന്ന, പാതാള ഗോപുരങ്ങളെ ഇല്ലാമയാക്കുന്ന, മരണഭാഷകളെ അഴിക്കുവാൻ കഴിവുള്ള, നിന്റെ ഉള്ളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നീ ഒന്ന് തിരിച്ചറിയണമേ. അജിത്ത്, നീ ഒന്ന് തിരിച്ചറിയണമേ. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. 79 വർഷം മുമ്പേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായതുപോലെ, ഓ യെസ്, പൈശാചിക സാമ്രാജ്യത്തിന്റെയും വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സ്വഭാവത്തിന്റെയും ഹല്ലേലൂയ നമ്മെ തകർക്കുന്ന, നശിപ്പിക്കുന്ന, പാപത്തിലാക്കുന്ന ആധിപത്യത്തിൽ നിന്ന് God has set us free. നമുക്കറിയത്തില്ല, വീട്ടിന്റെ ഉള്ളിൽ തന്നെ കള്ളനുണ്ടെങ്കിൽ നീ നമ്മൾ എത്ര ആ വീട് സുരക്ഷിതമാക്കാൻ നോക്കിയാലും എന്ത് പറ്റത്തില്ല, അതിനെ സേഫ് ആക്കുവാൻ അല്ലെ. ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ കള്ളനുണ്ടെങ്കിൽ ആ വീട് പുറത്ത് നമ്മൾ എത്ര അടയ്ക്കാൻ നോക്കിയാലും എന്ത് പറ്റത്തില്ല, മോഷണം നിർത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്ന, പാപത്തിന്റെ ആസക്തികൾക്ക് അടിമയായിരിക്കുന്ന, പിശാചിന് ഇഷ്ടമുള്ളത് നിവർത്തിക്കുന്ന ആദാമ്യ സ്വഭാവം, the sin nature എന്ന് ബൈബിൾ പറയുന്ന, പഴയ മനുഷ്യൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു പ്രവണത, ആദാമ്യ സ്വഭാവ പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ട്. രക്ഷിക്കപ്പെടാത്ത, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, പാപികളായിരിക്കുന്ന, പാപത്തിൽ നമ്മളായിരുന്നപ്പോൾ നമ്മളിൽ വാണ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതലില്ല. നിങ്ങൾ അതിന്റെ അടിമയാണ്. യു ആർ എ സ്ലേവ്, യു ആർ എ സ്ലേവ്. റോമർക്കെഴുതിയിലെങ്കിലും 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയാം. അക്കൗണ്ടിംഗ് ടേം ആണ്. 5 മിനിറ്റ് മുമ്പേ 0 ആയിരുന്നു നമ്മുടെ ബാലൻസ്. പക്ഷെ 1 കോടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്ത ചിലത് വന്നു എന്ന് പറയുന്ന പോലെ, know this, that our old man is crucified with him, that the body of sin might be destroyed, that henceforth we should not serve sin. നാം പാപികളായിരുന്നപ്പോൾ, നാം യേശു ക്രിസ്തുവിലല്ലായിരുന്നപ്പോൾ, നാം പുതിയ സൃഷ്ടി അല്ലാത്തപ്പോൾ നമ്മൾ ഒരു അടിമയായിരുന്നു. We were slaves to sin. We were slaves of Satan. നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നു, പിശാചിന്റെ അടിമകളായിരുന്നു, രോഗത്തിന്റെ അടിമയാണ്, ശാപത്തിന്റെ അടിമയാണ്. അതിനെ പൊട്ടിക്കുവാൻ സാധ്യമല്ല. പക്ഷേ കർത്താവ് കാൽവരി ക്രൂശിൽ യേശു തന്റെ യാഗത്തിലൂടെ എന്താ ചെയ്തത്? ഈ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? പിടിച്ചു. ആ കള്ളനെ പിടിച്ചു. നമ്മുടെ ഉള്ളിലുള്ള ആ കള്ളനെ പിടിച്ചെന്ത് ചെയ്തു? കർത്താവിനോട് കൂടെ ക്രൂശിച്ചു. നീ ക്രൂശിക്കാൻ പോകുകയല്ല, ക്രൂശിച്ചു. അവന്റെ ശക്തിയെ എന്നേക്കും നമ്മുടെ ഉള്ളിൽ നിർവീര്യമാക്കി, നമ്മളെ സ്വതന്ത്രമാക്കി. നീ നമുക്ക് അടിമകളെ പോലെ ജീവിക്കേണ്ട, പാപത്തിന്റെ അടിമകളെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല, രോഗത്തിന്റെ അടിമകളെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. Oh yes, old man has been crucified. റോമർക്കെഴുതിയിലേക്കും 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നില്ലല്ലോ. ഓക്കെ, പഴയ മനുഷ്യനുള്ള ആദാമ്യ പാപ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപത്തിന് മീതെ ജയമില്ല. For sin shall not have dominion over you, for you are not under the law but under grace. Oh Jesus, എത്ര വലിയ ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പാപത്തിന്റെ മീതെ വാഴുവാൻ, ഒരു ജയകരമായ ഒരു ട്രയംഫന്റ് ലൈഫ് ജീവിക്കുവാൻ, ഒരു വിക്ടോറിയസ് ലൈഫ് ജീവിക്കുവാൻ. Sin shall not have dominion over you because you are not under law but under grace. നിങ്ങൾ ദൈവത്തിന്റെ കൃപയോട് കണക്ട് ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ യജമാനൻ മാറി, നിങ്ങളുടെ അവസ്ഥ മാറി. നിങ്ങളുടെ പഴയ മനുഷ്യനെ, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കള്ളനെ പിടിച്ചു കെട്ടി. നീ പാപത്തിൽ തുടരേണ്ട ആവശ്യമില്ല.
ഇനി നിങ്ങൾ അടിമയല്ല, നിങ്ങളെ ദൈവം സ്വതന്ത്രമാക്കി. Somebody say, I am free. 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 I am Praise God. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഭാരതം മാറി. അപ്പൊ അതിനർത്ഥം നമുക്ക് ഇനി വേറെ ന്യായ പ്രമാണങ്ങളില്ലേ? ഭാരതത്തിന്റെ ഗവൺമെന്റ് വന്നു, ഒരു പുതിയ രാജ്യം. അവിടെ ഒരു സംവിധാനമുണ്ട്, അവിടെ നിയമങ്ങളും നടത്തിപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്വതന്ത്ര ഭാരതത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുപോലെ നാം ദൈവരാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ദൈവരാജ്യത്തിന്റെ ഭരണഘടനയിൽ ഈ ജയകരമായി ജീവിക്കുവാൻ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാം ചെയ്തിരിക്കുകയാണ്. Hallelujah. നമ്മളത് തിരിച്ചറിയുമോ? Sin shall not have dominion over you. Hallelujah. ഇന്ന് നിങ്ങളെ അടിമപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ആസക്തിയുണ്ടോ? എന്തെങ്കിലും ഒരു പാപ സ്വഭാവമുണ്ടോ? ചിലർക്ക് കോപമായിരിക്കാം, ചിലർക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം, ചിലരുടെ ഉള്ളിൽ വൈരാഗ്യമായിരിക്കാം, ചിലരുടെ ഉള്ളിൽ പൊട്ടിത്തെറിയായിരിക്കും, ചിലർക്ക് രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം, മദ്യപാനമായിരിക്കാം. ഓ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊള്ളുക. ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ദൂത്. പാപത്തിന് നിങ്ങളുടെ മേൽ ആധിപത്യമില്ല. നിങ്ങൾ അടിമകളല്ല. You're not slaves in the kingdom. You're not to live a life of slavery. Hallelujah. Hallelujah. സകലത്തെയും അടക്കി വാഴുവാൻ, സകലത്തെയും അടിമപ്പെടുത്തുവാൻ, സകലത്തിന് മീതെ ആധിപത്യം സ്ഥാപിക്കുവാൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ. ഓ യെസ്, ദൈവം നമ്മളെ ഫ്രീ ആക്കി പഴയ മനുഷ്യന്റെ അടിമത്വത്തിൽ നിന്ന്. We are freed from the old man. We are freed from the power of sin. We are freed from the power of Satan. We are freed from the power of disease. രോഗത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ ഫ്രീ ചെയ്തു. പിശാചിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ ഫ്രീ ചെയ്തു. പഴയ മനുഷ്യന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ ഫ്രീ ചെയ്തു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ ഫ്രീ ചെയ്തു. ആമേൻ, ആമേൻ. 1000 ടൺ വെയിറ്റ് നമ്മുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെ ഉള്ളിൽ 10000 ടൺ വെയിറ്റ് പൊക്കാനുള്ള ഒരു സംവിധാനം ഫിറ്റ് ചെയ്തു. എങ്കിലും നമ്മൾ പറക്കണമെന്നില്ല. ഇത്രയെല്ലാം ദൈവം ചെയ്തെങ്കിൽ പിന്നെ എന്താ പാസ്റ്ററെ പാപത്തിന് മീതെ അങ്ങ് ജീവിക്കുവാൻ കഴിയാത്തത്? എന്താ രോഗത്തിന് മീതെ എനിക്ക് വാഴുവാൻ കഴിയാത്തത്? അതിന് കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇത്ര വലിയൊരു ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുത്തുവെങ്കിലും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു, നമ്മെ ഫ്രീ ആക്കി റിലീസ് ചെയ്തു, നമ്മളെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് അടുപ്പിച്ചുവെങ്കിലും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. നീ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്രയും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ തന്റെ യാഗത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമുക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ്, പരിശുദ്ധാത്മാവിലുള്ള ആത്മാവിലുള്ള ആ മാനുഷികമായ ഒരു മിറക്കിൾ, എക്സ്ട്രാ ഓർഡിനറി, ട്രയംഫ് ആൻഡ് വിക്ടോറിയസ് ലൈഫ് ജീവിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതിന്റെ രഹസ്യം ആ വാക്യങ്ങളുണ്ട്. എല്ലാത്തിന്റെയും പ്രതിവിധി പ്രാർത്ഥനയല്ല, എല്ലാത്തിന്റെയും പ്രതിവിധി ഉപവാസമല്ല, എല്ലാത്തിന്റെയും പ്രതിവിധി സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകൾ നമ്മൾ സ്വീകരിച്ച് ആ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് 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 ഹല്ലേലൂയ നമ്മുടെ മാറും. അല്ല, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ആ വെളിപ്പാട് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവേ വരണമേ വരണമേ വരണമേ. അതിനെല്ലാം അളവുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരണമേ എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവോടെയാണ്. ഓ യെസ്, പാപത്തിൽ നിന്ന് എനിക്ക് ജയം തരണമേ, ജയം തരണമേ, ജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു ബോധ്യം വേണം. നിങ്ങൾ കൃപയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നതുകൊണ്ട് പാപത്തിന് നിങ്ങളുടെ മേൽ വാഴുവാൻ കഴിയാത്ത ഒരു പ്രതലത്തിലേക്കാണ് നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. There is a choosing. നിങ്ങൾ ആരുടെ ശബ്ദം കേൾക്കും? നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും? നിങ്ങൾ ആർക്ക് വിധേയപ്പെടും? Whom will you choose? Whom will you yield to? Whom will you be dominated and motivated by? That brings the result. അതാണ് റിസൾട്ട് പുറത്തു കൊണ്ടുവരുന്നത്. നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ പാപിയായ ഒരു വ്യക്തിക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാൻ കഴിയുകയില്ല. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ല. അവന് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നും നിത്യജീവനെ കുറിച്ചും വെളിച്ചമില്ല. അപ്പോൾ അവൻ പാപം ചെയ്ത് അവന്റെ പാപം ആരും കണ്ടുപിടിക്കരുത്, പാപം കണ്ടുപിടിക്കപ്പെടരുത്. അതുകൊണ്ട് ഒളിച്ചും മറഞ്ഞും ആരും കണ്ടുപിടിക്കാതെ മനുഷ്യർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരറിഞ്ഞാലും അറിഞ്ഞില്ലേലും അത് രണ്ടാമത്തെ കാര്യമാണ്. സകലതും നഗ്നമായി കാണുന്ന, ഒരു രഹസ്യവും മറച്ചു വെക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും?
പാപിയായ ഒരു മനുഷ്യനെ തെരഞ്ഞെടുപ്പില്ല. പക്ഷെ ക്രിസ്തു യേശുവിലായ പുതിയ സൃഷ്ടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഓട്ടോമാറ്റിക്കായി നമ്മളൊരു ജയകരമായ ജീവിതം ജീവിക്കുകയില്ല. പാപത്തിന് ആസക്തികളുടെ മേൽ ഒരു കഴുകനെ പോലെ നമുക്ക് വാഴുവാൻ കഴിയുകയില്ല. ജഡസ്വഭാവത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. രോഗത്തിന് മേൽ ഓട്ടോമാറ്റിക്കായി നാം വാഴുകയില്ല. There is a way to walk. Hallelujah. There is a price to pay. Yes. There is a choice to make. There is someone that we need to yield to. Hallelujah. നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. യെസ്. ജഡത്തിന്റെ ചിന്ത മരണവും, ജഡത്തിന്റെ ചിന്ത മരണവും, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിന്റെ ചിന്ത സമാധാനവും ജീവൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോക്കസ്? എവിടോട്ടാണ് നമ്മുടെ ഫോക്കസ്? നമ്മൾ ആരെ അനുസരിക്കും? TPT ട്രാൻസ്ലേഷൻ ഇടാം. Hallelujah. Romans chapter 8 verse 5 to 7. Those who are motivated by the flesh only pursue what benefits themselves, but those who live by the impulses of the Holy Spirit are motivated to pursue spiritual realities. For the sense and the reason of flesh is death, but the mindset controlled by the Spirit finds life and peace. ഒരു തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനെ ക്രൂശിച്ചു, ആ കള്ളനെ ക്രൂശിച്ചു. പക്ഷേ ആദാമ്യ സന്തതി പൈശാചിക ലോകത്തിൽ ജീവിച്ചതിന്റെ ഒത്തിരി സ്വാധീനങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രാണനിലുമുണ്ട്. അപ്പോൾ നമ്മുടെ ജഡീകമായി നമ്മുടെ ജഡം അനുസരിച്ചില്ലേ, ബൈബിളിൽ ജഡം എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ ഫ്ലഷ്, ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം. മാംസം ചീത്തയാണോ? അല്ല. നമ്മുടെ ശരീരം ചീത്തയാണോ? അല്ല, ശരീരം നല്ലതാ. ഇവിടെ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ വികാരത്തിന്റെയും നമ്മുടെ പ്രാണന്റെയും നമ്മുടെ സോളിഷ് കാർണൽ ഡിസയേഴ്സ് ആൻഡ് ആപ്പറ്റൈറ്റ്സ്, നമ്മുടെ ശരീരത്തെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ പ്രാണനെ നിയന്ത്രിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ വചനത്തിനും വിധേയപ്പെടാത്ത, അതിനോട് ചേർന്ന് വരാത്ത എല്ലാ സ്വാധീനങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടവും, that's the flesh. ഏദൻ തോട്ടത്തിൽ വളരെ മനോഹരമായി ദൈവം ആദം അവ ദമ്പതിമാർക്ക് സകലതും കഴിക്കാൻ ദൈവം കൊടുത്തു. പക്ഷേ ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. പിശാച് അതിൽ തന്നെ കയറി പിടിച്ചു. ആ ഫലത്തെ തന്നെ എന്ത് ചെയ്തു? അവയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അത് കാണാൻ ഭംഗിയുള്ളത്, കാമ്യമായി, അല്ലേ? ബുദ്ധി ഉണ്ടാകും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പിശാച് കൗളിപ്പിച്ച്. അപ്പോൾ എന്തായി? അവയുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനത്തിനും കൽപ്പനകൾക്കും ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും വിരോധമായി ജഡികമായ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ദൈവത്തിന്റെ വ്യവസ്ഥകളോടും വചനത്തോടും കൽപ്പനകളോടും പ്രമാണങ്ങളോടും ചേർന്ന് വരാത്ത, ദൈവഹിതത്തോടും ചേർന്ന് വരാത്ത, അതുപോലുള്ള നമ്മുടെ ശരീരത്തിലും നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ ജഡ സ്വഭാവത്തിലുണ്ടായ ജഡികമായ വികാരങ്ങൾ, അവൾ അതിന് അടിമപ്പെട്ടുപോയി. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ സഭാമക്കളോട് പറയുക, റോമാ മക്കളെ, സഭാമക്കളെ, ദൈവമക്കളെ, ഇത്ര വലിയ ദൈവപ്രവൃത്തി നമ്മളിൽ ദൈവം ചെയ്തുവെങ്കിലും നിങ്ങളത് തിരിച്ചറിയാതെ പോയാൽ ഭയങ്കര ഒരു നഷ്ടമാണ്. നിങ്ങൾ ശേഷ മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ, എല്ലാവരെയും അടിമപ്പെടുത്തുന്ന അടിമകളെ പോലെ നമുക്ക് ജീവിച്ച് തുടരാം. പക്ഷെ അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ, അതിൽ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ, അതിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെങ്കിൽ, ഒരു രൂപാന്തരം വേണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജഡത്തിന് അനുസരിച്ച്, നിങ്ങൾ ജഡം എന്ന് പറയുന്നു, ജഡിക അഭിലാഷങ്ങൾ, ജഡിക ഇഷ്ടങ്ങൾക്ക് അത് തെരഞ്ഞെടുക്കരുതേ. നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കണം? നിങ്ങൾ പരിശുദ്ധാത്മ. നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടാ നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങളുടെ മൈൻഡ് ജഡികമായ ആഗ്രഹങ്ങൾക്ക് കൊടുത്താൽ, ഇല്ലേ, മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ, ഇന്റർനെറ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ, ലോകം കൊണ്ടുവരുന്ന നമ്മുടെ ജഡത്തിന്റെ മീതെ കൊണ്ടുവരുന്ന സ്വാധീനങ്ങൾ അതിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മളെ വശീകരിക്കും, അത് നമ്മളെ അടിമപ്പെടുത്തും, അത് നമ്മളെ എന്താ വെറും അടിമ. നമ്മൾ ജയാളികളാണ്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ രാജാക്കന്മാരാണ്, എങ്കിലും നമ്മളെ വെറും അടിമകളെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ, നിങ്ങളെ ഫ്രീ ആക്കിയല്ലോ, ആ 1000 ടൺ മാറ്റിയല്ലോ, 10000 ടൺ കഴിപ്പിച്ചല്ലോ. മക്കളെ, നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനോട് കോപ്പറേറ്റ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്ക്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിന്റെ ആ മോട്ടിവേഷനിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യ്. Be motivated, led, live and walk by the Holy Ghost. Then you can live a supernatural life. ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പ്രവൃത്തി സഫലമാണെങ്കിൽ, അത് സക്സസ് ആയി വെളിപ്പെടണമെങ്കിൽ, അത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഭാഗമുണ്ട്. സിമ്പിളാ. ഹല്ലേലൂയ. നമ്മളൊന്ന് തെരഞ്ഞെടുത്താൽ മതി. ഹല്ലേലൂയ. ജാഡാലൻ ഈ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ സ്തോത്രം, 10000 ടൺ വെയിറ്റ് ഉള്ള ഒരു ട്രക്ക്. നമുക്ക് മാനുവൽ സ്റ്റിയറിംഗേ ഉള്ളൂ. അപ്പോൾ ഒരു വണ്ടി തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കിടന്നങ്ങോട്ട് പരിശ്രമിക്കണം. ഈ വലിയ വെയിറ്റ് ഉള്ള ഭാരമുള്ള ലോറിയോ ട്രക്കോ കണ്ടെയ്നർ ലോറികളൊക്കെ തിരിക്കണം. എന്ത് ചെയ്യണം? മാനുവൽ ആണെങ്കിൽ നമ്മളത്
ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ എന്താ ഉള്ളത്? നമുക്ക് പവർ അസിസ്റ്റഡ് ഡ്രൈവിംഗ് ആണ്, ഇല്ലേ? പവർ ഡ്രൈവ്. ഇപ്പോഴത്തെ വണ്ടികൾക്ക് എന്താ നിസ്സാരമായപ്പോ, ഇല്ലേ? ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ടണ്ണാണെങ്കിൽ പുറകിലിരിക്കുന്നത് അതിനെ പവർ ചെയ്യുന്ന, അതിനെ ബാക്ക് ചെയ്യുന്ന ആ ശക്തി. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കണം. ആ സ്റ്റിയറിംഗ് അങ്ങോട്ട് കറക്കണം, അങ്ങോട്ട് തന്നെ കറക്കണം, അങ്ങോട്ട് തന്നെ വണ്ടിയെ തിരിക്കണം. ഇങ്ങോട്ട് തിരിച്ചാൽ എത്ര പവർ അസിസ്റ്റഡ് ആണെങ്കിലും റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുകയില്ല. ഓ യെസ്, ഒരു പവർ അസിസ്റ്റഡ് ഡ്രൈവ് ആണ് പരിശുദ്ധാത്മാവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ നാം ആരിനാൽ നയിക്കപ്പെടും? Whom will we obey? Whose voice will we listen? Whom will we yield to? Hallelujah. Amen. റോമർക്കെഴുതിയ ലേഖനം 8:11 പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ സത്യത്തെ, ഈ ദൈവത്തിന്റെ സത്യത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. യെസ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. If the spirit of him who raised up Jesus from the dead dwells in you, he that raised up Christ from the dead shall also quicken your mortal bodies by the spirit that dwelleth in you. Hallelujah. ഒരു പ്രാവശ്യം കൂടി മലയാളത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നെഞ്ചിലോടും ചേർത്ത് വെച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആമേൻ. വാവ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. ആ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ്. പുനരുത്ഥാനത്തിന്റെ ആത്മാവാണ്. സകല പ്രതിബന്ധങ്ങളെ തകർത്ത് കളയുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ക്യുക്കൻ. ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, യേശുവിനെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ച, സകല പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത, റോമൻ സീലുകളെ തകർത്ത, മരണഭാഷകളെ അഴിച്ച ആ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ജീവിപ്പിക്കും. ക്യുക്കൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. സോയിപ്പോയോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവനില്ലാത്തടത്തേക്ക് ജീവനെ പകരുന്ന, മരിച്ചു കിടക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ ആ ജീവനെ, പരിശുദ്ധാത്മ ജീവനെ പകരുന്ന. You can sow zoopoyo to revitalize, give life and resurrect. ഇന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ദേഹിയിൽ, നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ പഠിത്തത്തോടുള്ള അവസ്ഥകളിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ അടിമപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ പ്രവൃത്തിക്കായി നമുക്ക് നമ്മളെ ഒന്ന് തുറന്നു കൊടുക്കാം. നമുക്കൊന്ന് പറയാം, ഒന്ന് ഏറ്റു പറയാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്കൊന്ന് ഘോഷിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് എന്റെ മർത്യ ശരീരത്തിൽ അതേ ആത്മാവ് ജീവനായി, അത്ഭുതമായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി, ജയമായി വെളിപ്പെടും. ഓ യെസ്. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നിൽ ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവിന്റെ ആ പ്രമാണം അല്പസമയം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, നീ ആർക്കും നമ്മളെ അടിമപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആർക്കും അടിമപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തി, ആ കാര്യങ്ങളെ ഒന്ന് ചലിച്ച് നമുക്ക് അല്പസമയം നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഈ ദൈവവചനത്തിന്റെ സത്യം നിങ്ങൾ അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. റബാ ഷെഡേരി ബാബാ ബാബാ. കർത്താവേ, അങ്ങയുടെ വചനം ഞാൻ കേട്ടു. അങ്ങ് കാൽവരി ക്രൂശിലൂടെ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ ആഴം ഞാൻ തിരിച്ചറിഞ്ഞു. നീ ഞാനൊരു അടിമയല്ല, ഞാൻ ഒരു പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല, ഞാനൊരു സാധാരണ മനുഷ്യനല്ല. I'm not a slave, I'm not a failure, I'm not a defeated person, I'm not an ordinary man. I have a supernatural life to live in the spirit. പരിശുദ്ധാത്മാവിൽ അസാധാരണമായ ഒരു ജീവിതം ജീവിക്കുവാൻ. ഓ യെസ്, ഞാൻ പ്രഖ്യാപിക്കുക,
ഞാൻ ഘോഷിക്കാം, എന്നെ അടിമപ്പെടുത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും ഒരു പാപത്തിന്റെ ആസക്തികൾക്കും കഴിയുകയില്ല. ഒന്ന് ധൈര്യത്തോടൊന്ന് വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തിന് ഒരു ആസക്തികൾ, കോപത്തിന് എന്റെ മേൽ ആധിപത്യമില്ല, ലൈംഗിക പാപങ്ങൾക്ക് എന്റെ മേൽ ആധിപത്യമില്ല, വ്യഭിചാര ചിന്തകൾക്ക് ആധിപത്യമില്ല, കാമത്തിന് എന്റെ മേൽ, കൺമോഹത്തിന് എന്റെ മേൽ, ജഡികമായ അഭിലാഷം. ആ കരമൊന്ന് നീട്ടി പറയാം, ഓ ഹല്ലേലൂയ, എന്റെ മേൽ വാഴുവാൻ. ഓ യെസ് ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടു. ഇത് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് നിങ്ങളൊന്ന് സ്വീകരിച്ചുവെങ്കിൽ ഭയങ്കര ദൈവത്തിന്റെ പ്രവൃത്തികളാണ് ഈ സമയങ്ങളിൽ നമ്മൾ വെളിപ്പെടുന്നത്. നമ്മൾ ദൈവത്തിന്റെ ദൂത് കേട്ടു. അത് 8-ാം മാസം സ്വാതന്ത്ര്യത്തിന്റെ മാസമാണ്. The 8th month is a month of great freedom. സാധാരണ സ്വാതന്ത്ര്യമല്ല, great freedom. നിങ്ങളെ അടിമപ്പെടുത്തുന്ന സകല അടിമത്വത്തെ മുറിച്ച് ഒരു ജയാളിയായി പുറത്ത് കടക്കുന്ന ഒരു മാസമാണ്. അത് ഏറ്റെടുത്തോ. എല്ലാ കെട്ടുകളെയും, എല്ലാ ചെങ്ങലകളെയും, എല്ലാ അടിമത്വത്തെയും, എല്ലാ പൈശാചിക ആസക്തികളെയും, അടിമത്വത്തെ മുറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന ഒരു മാസമാണ്. ഹല്ലേലൂയ, ആമേൻ. എനിക്കറിയാം, ഇവിടെ നിൽക്കുന്ന ഒത്തിരി പേർ ഒത്തിരി കാര്യങ്ങൾക്ക് അടിയിലാണ്, അല്ലേ? എന്നെ വാച്ച് ചെയ്യുന്ന അനേകർ വ്യത്യസ്തമായ കാര്യങ്ങളുടെ അടിമത്വത്തിലായിരിക്കാം. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. യേശു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ അവൻ ശക്തനാണ്. He is the true freedom giver. നിങ്ങളുടെ ആത്മാവ്, ദേഹത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങളെ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ആ ട്രൂ ഫ്രീഡം അനുഭവിക്കുവാൻ തന്റെ പുത്രനായ യേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാണ്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ അടിമപ്പെട്ട് കിടക്കുവാണെങ്കിൽ, എവിടെങ്കിലും നിങ്ങൾ ലിമിറ്റഡ് ആയി കിടക്കുവാണെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ പെട്ടുപോയി എന്ന് പറയുന്നില്ലേ, പെട്ടുപോയി ഒരു ക്രോസ് റോഡിൽ വന്ന് കിടക്കുകയാണ്, എത്ര ആഗ്രഹിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഒരു മുന്നേറ്റം ഇല്ല. You are breaking free. You are breaking free. You are breaking free. ആ ചെങ്ങലകളെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന, നിങ്ങളുടെ ഉള്ളിൽ ചലിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ പ്രമാണം. ഓ യെസ്, പുനരുത്ഥാന ശക്തിയുടെ ആഴം. ഓ ഹല്ലേലൂയ. നമുക്കൊന്ന് തിരിച്ചറിഞ്ഞേ, ഒന്ന് ഏറ്റെടുത്തേ. You can break free from every evil sinful habit. നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, നിങ്ങൾ ദൈവത്തിന്റെ മകളാണ്, നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്, നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാണ്. ഒരു പുതിയ മനുഷ്യൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നാം കേട്ടു. This is a new law. This is a new day. A new work of God in the new being of ours. ഒരു പൈശാചിക അടിമത്വത്തിനും എന്റെ മേൽ സ്വാധീനമില്ല. No addictions. നമുക്കൊന്ന് ഏറ്റെടുക്കാം. I'm breaking free. എല്ലാ ബലഹീനതകളിൽ നിന്ന്, എല്ലാ തളർച്ചകളിൽ നിന്ന്, എല്ലാ ക്ഷീണങ്ങളിൽ നിന്ന്, എല്ലാ ലിമിറ്റേഷനിൽ നിന്ന്, എല്ലാ രോഗത്തിന്റെ കെട്ടുകളിൽ നിന്ന് I am breaking free from every sinful habit by the power of the Holy Ghost, by the power of the Holy Spirit. ക്രിസ്തുയേശുവിലൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അസാധാരണമായ ജീവിതത്തിനായി, this glorious life that we have in Christ, this supernatural life. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം മനുഷ്യകുലത്തെ അടിമപ്പെടുത്തുമ്പോൾ, അടിമകളായി ജീവിക്കുവാൻ ആ അടിമ ദുഃഖം ജനത്തെ അടിമപ്പെടുത്തുമ്പോൾ, ഇതാ പിശാചും പഴയ മനുഷ്യനും പാപവും കൊണ്ടുവന്ന അടിമത്വത്തെ തകർത്ത് ദൈവത്തിന്റെ പുത്രന്മാരായി വണങ്ങുന്ന, വെളിപ്പെടുന്ന ഒരു കൂട്ടം ജനം. A holy generation, a godly generation. അതേ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ദൈവം അങ്ങനെ ഒരു തലമുറയെ പുറത്തെടുക്കുകയാണ്. A generation who walk not in slavery but in mastery. എല്ലാത്തിനും അടിമപ്പെട്ട് എല്ലാത്തിനും കീഴടക്കി. No. Somebody say, that's not my life. ആ ജീവിതമല്ല. It's a supernatural life, a victorious life, a triumphant life, a miracle life. It's possible. It's possible. It's possible. I can live in victory. Sin shall not be my master. നമുക്കൊന്നുകൂടെ പറയാം. Sin shall not be my master. പാപം ഇനിമേൽ എന്റെ മേൽ കർത്തൃത്വം എടുക്കുകയില്ല. Sin shall not have dominion over me. പാപം എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ആസക്തികൾ, പാപത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ വചനത്തിനും വ്യവസ്ഥകൾക്കും പ്രമാണങ്ങൾക്കും വിരോധമായി ഇന്ന് പൈശാചിക ലോകത്ത് മണ്ഡലത്ത് പ്രബലപ്പെട്ടു നിൽക്കുന്ന എല്ലാ സിസ്റ്റത്തെയും, hallelujah, we want to raise up a generation. We are not there yet. അവിടെ നമ്മൾ സ്തോത്രം അതിന്റെ ആ പൂർണ്ണതയിൽ ഒന്നും എത്തിയിട്ടില്ല. But we are pressing on. We are pressing on. We are pressing on. Sickness shall not have dominion over us. Hallelujah. Curse shall not be our master. Infirmity shall not be our master. Poverty shall not be our master. Strife and conflict
and disharmony shall not be our master. We are under a new law. ഒരു പുതിയ പ്രമാണത്തിന് കീഴിലാണ്. അത് തിരിച്ചറിയുന്നവരെല്ലാം കാര്യങ്ങളെ I am under a new law. I am under a new law. It's the law of the Holy Ghost. It's the law of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ മാനുഷികമായ ഒരു പരിമിതിയുമില്ലാത്ത Zoe, the God life, the God life, the God life, the indestructible, the invincible, the unstoppable. ഈ വചനങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒന്ന് കത്തട്ടെ. ഇത് നമുക്കൊന്ന് അയവിറക്കാം, ഇത് നമുക്കൊന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. Sin shall not have dominion over your death. Sickness shall not have dominion over your death. Curse shall not, no limitation. Amen. Hallelujah. ഇതിവിടെ വന്ന് നിങ്ങളോട് അലക്കിയല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 1000 പ്രാവശ്യമെങ്കിലും ഞാൻ എന്നോട് പറയുന്നതാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എന്നെ അടിമപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, എന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നോക്കുമ്പോൾ, പറ്റത്തില്ല, നീ ഉയരത്തില്ല, നിനക്ക് പറ്റത്തില്ല, സാധ്യമില്ല എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ചലിക്കുന്ന ഒരു പ്രമാണമുണ്ട്. That is the law of the spirit of life. ഞാൻ ക്ഷീണിതനായിരിക്കാം, ഞാൻ ഒന്ന് വീണു പോയതായിരിക്കാം, ഞാൻ ഒന്ന് തളർന്നിരിക്കുന്നതായിരിക്കാം, ഞാൻ ഒന്ന് നിരാശപ്പെട്ടിരിക്കുന്നതായിരിക്കാം, പക്ഷെ I know who I am. I know who I am. I know. Devil, you will not have victory. പിശാചേ, നിനക്ക് എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. Because I am in a new law. പരിശുദ്ധാത്മാവിന്റെ ഒരു ലോയുമായി ഞാൻ കണക്ട് ചെയ്തു. ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവം എന്നെ ഒട്ടിപ്പിടിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. I am in union with Christ. It's my inheritance. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരനല്ല, നമ്മൾ പരാജിതരല്ല, നമ്മൾ ശേഷ മനുഷ്യരെ പോലെ അല്ല, നമ്മൾ സ്തോത്രം അടിമകളെ പോലെ കരഞ്ഞും വിഷമിച്ചും ദുഃഖിച്ചും ജീവിക്കുവാനുള്ളവരല്ല, നമ്മൾ മുറവിളിക്കുവാനുള്ളവരല്ല. അല്ലേ അല്ല. That is the law. Hallelujah. And I am plugged into that law. ഞാൻ എത്രമാത്രം അത് തിരിച്ചറിയുന്നു, ഞാൻ എത്രമാത്രം അതിനെ തിരിച്ചറിയുന്നു, ഞാനത് ഗ്രഹിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു, ഞാൻ ആ വെളിപ്പാടിൽ ഞാൻ പിടിക്കപ്പെടുന്നു. Oh hallelujah. എന്റെ ശക്തി പുതുക്കി വരികയാണ്. Amen. Hallelujah. Praise God. Praise God. Praise God. കർത്താവ് ആളമായി നിങ്ങളെ ഓരോരുത്തരെയും ബ്ലെസ് ചെയ്യട്ടെ. ഹല്ലേലൂയ. നീ പരിമിതികളിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, അടിമത്തത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, ഇല്ല, ശാപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, രോഗത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, പൈശാചിക ആസക്തികൾ. Hallelujah. Wow. Thank you, Lord. We put an end to it. Hallelujah. Miracles, miracles, miracles. Miracles, miracles, miracles. നമുക്കൊന്ന് പറയാം, miracles, miracles, miracles. Miracles. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. Miracles. അതുകൊണ്ട് മുഴകൾ അപ്രത്യക്ഷമാകുമോ? ആകും. ഇല്ലാത്തത് ഉളവായി വരുമോ? വരും. ചലിക്കാത്ത കിഡ്നികൾ പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കും. കാണാത്ത കണ്ണുകൾ കാണുമോ? പ്രവർത്തിക്കാത്ത ഹൃദയം പ്രവർത്തിക്കുമോ? ഹല്ലേലൂയ. നീ നമ്മള് പാപത്തിന്റെയും മരണത്തിന്റെയും ആ ലോയിലല്ല. അവിടെ ഇതൊന്നും സാധ്യമല്ല, അവിടെ അങ്ങനെ ചിന്തിക്കുവാനേ കഴിയത്തില്ല. ഹല്ലേലൂയ. ഓ, ഈ സത്യങ്ങളെ നമുക്ക് വീണ്ടും ഒന്ന് അയവിറക്കാം, ചിന്തിക്കാം, പഠിക്കാം. ഹല്ലേലൂയ. അതിൽ നമ്മൾ നടക്കുന്നത് വരെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് രാവും പകൽ നമ്മുടെ ധ്യാനമായി തീരട്ടെ. We are a conquering force, an unstoppable force. Nothing will have mastery over us except Christ Jesus. Amen. God bless you. God bless you.